ഇസ്മായിലിന് അല്ലാഹുവിന് ബലിയർപ്പിക്കാനുള്ള ഇബ്രാഹിമിന്റെ സന്നദ്ധതയെ അനുസ്മരിപ്പിക്കുന്ന ബലിപെരുന്നാൾ ഗസയിൽ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ആഘോഷത്തിന്റെയല്ല, നീറുന്ന ഓർമ്മകളുടെ ദിനമാണ്. സംഘർഷത്തിൽ പൊറുതിമുട്ടിയ ഈ ജനതയ്ക്ക് ആശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശം നൽകുകയാണ് ജോ ബൈഡൻ. ആയിരക്കണക്കിന് കുട്ടികൾ ഉൾപ്പെടെ നിരപരാധികൾ കൊല്ലപ്പെട്ടു. കുടുംബങ്ങൾക്ക് അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. സമൂഹങ്ങൾ നശിപ്പിക്കപ്പെടുന്നത് കണ്ടു. അവരുടെ വേദന വളരെ വലുതാണ്. ഞായറാഴ്ച നടത്തിയ ഈദ് അൽ അദ്ഹ സന്ദേശത്തിൽ ജോ ബൈഡൻ പറയുന്നു, ഗസയിൽ US പിന്തുണയുള്ള വെടിനിർത്തൽ കരാർ യുദ്ധത്തിന്റെ ഭീകരത അനുഭവിക്കുന്ന സിവിലിയന്മാരെ സഹായിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണെന്നും ജോ ബൈഡൻ പ്രസ്താവിച്ചു. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്നാണ് ഈദ് സന്ദേശത്തിൽ ബൈഡൻ വെടിനിർത്തൽ കരാറിനെ വിശേഷിപ്പിച്ചത്. ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ബലിപെരുന്നാൾ ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ അത് യാഥാർത്ഥ്യത്തോടെ ഉൾക്കൊള്ളുന്നവരാണ് ഗസ അടക്കം യുദ്ധഭീകരതയിൽ കഴിയുന്ന മനുഷ്യർ. നഷ്ടപ്പെട്ടുപോയ ഉറ്റവരുടെ ഓർമ്മയിലും തകർന്ന സ്വപ്നങ്ങളിലും ബലിപെരുന്നാളിനെ വരവേൽക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് പുത്തൻ ഉടുപ്പുകളോ വയറു നിറഞ്ഞൊരു ഭക്ഷണമോ ഇല്ല. അതേസമയം സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും കരാറുകളും നടക്കുന്നുണ്ടെങ്കിലും അവ സുസ്ഥിരമായ ഒരു പരിഹാരമുണ്ടാക്കുന്നില്ല. എന്നാൽ 3 ഘട്ട വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ ഹമാസിന് നൽകിയിട്ടുണ്ടെന്നും ഗസയിലെ അക്രമം അവസാനിപ്പിക്കാനും ആത്യന്തികമായി യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഏറ്റവും നല്ല മാർഗമാണിതെന്ന് താൻ വിശ്വസിക്കുന്നതായും ജോ ബൈഡൻ പറയുന്നു. കഴിഞ്ഞയാഴ്ച സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങൾ പച്ചക്കൊടി കാട്ടിയ വെടിനിർത്തൽ കരാർ ഔപചാരികമായി അംഗീകരിക്കാൻ അമേരിക്ക ഇസ്രായേലിനോടും ഹമാസിനോടും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. തന്റെ മകനെ ദൈവത്തിന് ബലിയർപ്പിക്കാനുള്ള പ്രവാചകൻ ഇബ്രാഹിമിന്റെ സന്നദ്ധതയെ അടയാളപ്പെടുത്തുന്ന ഈദ് അൽ അദ്ഹയിൽ സഹായ വിതരണം സുഗമമാക്കുന്നതിന് വേണ്ട നടപടികളെടുത്തിട്ടുണ്ട്. കൂടാതെ മ്യാൻമറിലെ റോഹിംഗ്യകളും ചൈനയിലെ ഉയ്ഗറുകളും ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായങ്ങളുടെ അവകാശങ്ങൾക്കായും വാദിക്കാനുള്ള ശ്രമം അമേരിക്കൻ പ്രസിഡന്റ് നടത്തി. 2023 ഏപ്രിൽ മുതൽ രാജ്യത്തിന്റെ സൈന്യവും എതിരാളികളായ അർദ്ധ സൈനിക വിഭാഗവും തമ്മിലുള്ള പോരാട്ടത്തിൽ പിടിമുറുക്കിയ സുഡാനിലെ ഭയാനകമായ സംഘർഷത്തിന് പരിഹാരം കൊണ്ടുവരാനും തങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബൈഡൻ പറയുന്നു. മുസ്ലിങ്ങളെ മാത്രമല്ല, അറബ്, സിഖ്, ദക്ഷിണേഷ്യൻ അമേരിക്കക്കാരെയും ബാധിക്കുന്ന ഇസ്ലാമോഫോബിയയെയും അതുമായി ബന്ധപ്പെട്ട പക്ഷപാതത്തെയും വിവേചനത്തെയും നേരിടാൻ തങ്ങളുടെ ഭരണകൂടം ദേശീയ തന്ത്രങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ടെന്നും ജോ ബൈഡൻ കൂട്ടിച്ചേർത്തു.